എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 86-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയൂ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഇൻ്റർവ്യൂ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞായിരുന്നു. ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എന്തൊക്കെ ചോദിക്കും എന്ന കാര്യത്തിൽ അനുവിന് ആശങ്കയുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അനുവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം. ഏത് രീതിയിൽ പെരുമാറണമെന്നും എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ പാടില്ലെന്നും നേരത്തെ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായിരുന്നു അനുവിന് സമാധാനം. കിച്ചുവിനും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇതില്ലെങ്കിൽ മറ്റൊന്ന് എന്ന് സമാധാനിക്കാൻ അവന് നന്നായി അറിയാം. പേടിച്ചാണ് ഇൻ്റർവ്യൂവിനെത്തിയതെങ്കിലും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം സാമാന്യം തൃപ്തികരമായി തന്നെ രണ്ടുപേരും മറുപടി പറഞ്ഞു. പറഞ്ഞവർക്ക് തൃപ്തികരമായിരുന്നു എങ്കിലും കമ്പനിക്കാർക്ക് എന്തുമാത്രം തൃപ്തികരമായി എന്നത് റിസൾട്ട് വന്നാലേ അറിയാൻ പറ്റുകയുള്ളൂ. കിച്ചുവിനെയും അനുവിനെയും ഇൻ്റർവ്യൂ ചെയ്തത് ചെന്നൈയിൽ നിന്നുള്ള ലാൽസൺ ആൻഡ് ടുബ്രോ കമ്പനിക്കാരാണല്ലോ. മിക്കവാറും തങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവരെയാണ് ഓരോ കമ്പനികളും ഇൻ്റർവ്യൂ ചെയ്തത്. ഷോർട്ട് ലിസ്റ്റിൽ നിന്നും തങ്ങൾക്ക് പറ്റിയവരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യുന്ന രീതിയായിരുന്നു അന്ന് അവിടെ അവർ നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ കിച്ചുവിനും അനുവിനും മിക്കവാറും സെലക്ഷൻ കിട്ടിയെങ്കിൽ കിട്ടുക L&Tയിലായിരിക്കും എന്ന് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ചാർജ് ഉണ്ടായിരുന്ന സെക്രട്ടറി അവരോട് പറഞ്ഞു. ഫലം ഇന്ന് അറിയാൻ കഴിയില്ല എന്ന്, അതിനായി ഇനി കാത്തു നിൽക്കേണ്ടതില്ല എന്നും പറഞ്ഞതുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോരുകയും ചെയ്തു. ജോലിക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി കോളേജിൽ ആളുകൾ വരുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ കിച്ചു പോന്നത്. കിട്ടാൻ പ്രാർത്ഥനയും നേർച്ചയുമൊക്കെയായി കാത്തിരിക്കുകയായിരിക്കും അപ്പനും അമ്മച്ചിയും. അതുകൊണ്ട് അതിനെപ്പറ്റി എന്തെങ്കിലും വൈകുന്നേരം ചെല്ലുമ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് നടന്നത്. എന്നാൽ ചെന്നപ്പോഴോ അവിടെ എന്തോ സാധാരണയിൽ കൂടിയൊരു തിരക്കാണ് കിച്ചുവിന് കാണാൻ കഴിഞ്ഞത്. വക്കച്ചൻ ചേട്ടനും ചേട്ടത്തിയും തിണ്ണയിൽ തന്നെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ വിചാരിക്കാമായിരുന്നു അവർക്കെന്തെങ്കിലും സുഖമില്ലായ്മ വന്നിട്ട് ആരൊക്കെയെങ്കിലും വന്നതായിരിക്കുമോ എന്ന്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമല്ല. എന്താണേലും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് തന്നെയാണല്ലോ താൻ പോകുന്നത്. കിച്ചുവിനെ കണ്ടപ്പോഴേ വക്കച്ചൻ ചേട്ടൻ ചോദിച്ചു, രാവിലെ പറഞ്ഞിട്ട് പോയ കാര്യം എങ്ങനെയായടാ? ഏതെങ്കിലും കമ്പനിക്കാർ വരികയോ ജോലിയുടെ കാര്യം എന്തെങ്കിലും തീരുമാനമാവുകയോ ചെയ്തോ? അന്ന് നടന്ന കാര്യങ്ങൾ കിച്ചു മൊത്തമായി തന്നെ വിവരിച്ചു പറഞ്ഞു. മുഴുവനും പറയാൻ നിൽക്കാൻ അമ്മച്ചി സമ്മതിച്ചില്ല. അതിനു മുൻപേ അമ്മച്ചി കയറി ഇടപെട്ടു. കോളേജിൽ നിന്നും മടുത്തു വരുന്ന കൊച്ചിനെ വഴിക്ക് തന്നെ തടഞ്ഞു നിർത്തി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവൻ എങ്ങോട്ടും പോകുന്നൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? ചില സമയത്ത് ഇതിയാൻ്റെ തിരക്ക് കുറച്ച് കൂടുതലാണ്, പറഞ്ഞേക്കാം. ഇവിടെ കാര്യമായ എന്തോ ഒരുക്കമൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ പരിപാടി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആരെങ്കിലും അതിഥികൾ വരുന്നുണ്ടോ? അമേരിക്കയിൽ നിന്നും ടോമിയും സോഫിയും കുടുംബസമേതം വരുന്നുണ്ട്. വിവരം ഇന്ന് കിട്ടിയതേ ഉള്ളൂ. നാളെ ഇവിടെ എത്തും. വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ തന്നെ ഒരുങ്ങി കാത്തിരിക്കാൻ ആളുള്ളവർ എത്ര ഭാഗ്യവാന്മാർ. മക്കളുടെ താല്പര്യമനുസരിച്ച് ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ അമ്മച്ചിയുടെ ചിന്ത മുഴുവൻ. അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നും അതൊക്കെ എങ്ങനെ എവിടെ നിന്ന് സംഘടിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമായിരുന്നു ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ടോമിക്ക് പുഴമീൻ പണ്ട് മുതലേ വലിയ കാര്യമാണ്. അടുത്ത് എവിടെയെങ്കിലും നിന്ന് കിട്ടുമെങ്കിൽ ഫ്രഷായി വാങ്ങിക്കൊണ്ടുവന്ന് പാചകം ചെയ്തു കൊടുക്കാമായിരുന്നു.
പുഴമീനും മറ്റും ഇപ്പോൾ എവിടെ കിട്ടാനാ എന്ന് പറഞ്ഞ വക്കച്ചൻ അപ്പോഴേ കൈമലർത്തി. കാര്യം ചേടത്തിക്ക് അന്നേരെ മനസ്സിലായി. നല്ല മീൻ കിട്ടണമെങ്കിൽ രാത്രിയിലെങ്ങാനും പോയി വാങ്ങണം. അതിന് പോകാൻ കഴിയില്ല, ഉറക്കം കളഞ്ഞു പോകണ്ടേ. അതുകൊണ്ടാണ് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ. നിങ്ങൾക്ക് പോകാൻ മടിയായിട്ടാണെന്ന് എനിക്കറിയാം. പോകണമെങ്കിൽ ഇപ്പോൾ കിച്ചു ഉണ്ടല്ലോ, അവൻ വേണമെങ്കിൽ പോയി വാങ്ങിക്കൊള്ളും. അതുപോലെ അവന് ആരെങ്കിലും കൂട്ടുകാരും ഉണ്ടായിരിക്കുമല്ലോ. നിനക്കറിയാവുന്ന ആരെങ്കിലും മീൻ പിടിക്കാൻ പോകുന്നവരോ കച്ചവടം ചെയ്യുന്നവരോ ഉണ്ടോടാ? 10ാം ക്ലാസ് വരെ കൂടെ പഠിച്ച കുഞ്ഞുനാരായണൻ അതിനുശേഷം പഠിക്കാൻ പോകാതെ മീൻ കച്ചവടമായിരുന്നു. പിന്നെ അവനെ അങ്ങനെ കാണാറില്ല. അടുത്ത കാലത്തൊരു ദിവസം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, രാത്രിയിൽ പുഴയിൽ മീൻ പിടിക്കാൻ പോയാൽ നല്ല കോളാണ്. പിടിച്ച് ഫ്രഷായി കൊടുത്താൽ നല്ല വിലയും കിട്ടും. പിടിക്കുന്ന സ്ഥലത്ത് വന്ന് തന്നെ കൂടുതലും വാങ്ങിക്കോളും. ഈ കടൽ മീൻ മേടിച്ചുകൊണ്ട് വീടുതോറും നടക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഹോട്ടലുകാർക്കാണ് പ്രധാനമായും കൊടുക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ ഒരിക്കലവൻ പറഞ്ഞിരുന്നു. എന്നാൽ ഹോട്ടലുകാർ അവന് കൊടുക്കുന്ന വിലയെപ്പറ്റി കേട്ടപ്പോൾ കിച്ചുവിന് മനസ്സിൽ തോന്നിയത് വേണ്ട എന്നാണ്. അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. ഇനി ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവൻ്റെ വീട് വരെ സന്ധ്യയ്ക്ക് ചെന്നാൽ അവനെ കണ്ട് കാര്യം പറയാം. ഇവിടെ അടുത്ത് പുഴക്കരയിലാണ് അവൻ്റെ വീട്. അവിടെ വരെ പോകണം. കുറച്ചു ദൂരം നടക്കണമെന്നേയുള്ളൂ. ഒരാളെ എനിക്കറിയാം. അവനെ പറഞ്ഞേൽപ്പിച്ചാൽ മിക്കവാറും രാത്രിയിൽ തന്നെ സാധനം ഇവിടെ കൊണ്ടുവന്നു തരും. നല്ലത് കിട്ടണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതൊക്കെ മോശമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. എങ്ങനെയെങ്കിലും അവനെ കണ്ട് പറഞ്ഞ് ആ കാര്യമൊന്ന് തീരുമാനമാക്ക്. പണമൊക്കെ നമുക്ക് കൊടുക്കാം. പിള്ളേർ വരുന്നതല്ലേ. അപ്പോൾ കാര്യമായ എന്തെങ്കിലും ഇല്ലാതിരുന്നാൽ വളരെ മോശമാണ്. കാര്യം പറഞ്ഞാൽ അവർ പറയും ഒന്നും ഉണ്ടാക്കേണ്ട എന്ന്. അത് കേട്ടുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? കിച്ചു വൈകുന്നേരം വെറുതെ നടക്കാൻ വേണ്ടി ഒരു പോക്ക് പോയി. കരുതിയ പോലെ കുഞ്ഞുനാരായണനെ കാണുകയും ചെയ്തു. കാര്യവും അതിൻ്റെ ആവശ്യവും വ്യക്തമായി പറഞ്ഞു. പക്ഷെ അവൻ വിചാരിച്ചത് ഇപ്പോഴുള്ള അച്ഛന്മാരുടെ ആരുടെയെങ്കിലും ബന്ധുക്കൾ വരും എന്നാണ്. അതുകൊണ്ട് അവൻ പ്രത്യേകം പറഞ്ഞു, എടാ, നല്ല രുചിയുള്ളപ്പോഴും ഇപ്പോൾ കിട്ടാറുള്ള മീനിന് മുടിഞ്ഞ ഉളുമ്പാണ് കേട്ടോ. നീ ആ പള്ളിമുറിയിൽ കൊണ്ടുപോയി ഇത് ശരിയാക്കിയാൽ ഉളുമ്പ് നാറ്റം കളയാൻ നീ പെടാപ്പാട് പെടേണ്ടി വരും. പിന്നെ പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് വരുന്നവർക്ക് പോലും ഉളുമ്പ് മണക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിന് ഞാനിപ്പോൾ പള്ളിമുറിയിലല്ലടാ കുഞ്ഞുനാരായണ. 3 വർഷത്തോളമായി ഞാൻ അവിടെ നിന്നും അടുത്ത് തന്നെയുള്ള വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. നീ അറിയുന്നതല്ലേ, നമ്മളെല്ലാം ലുപ്തൻ വക്കച്ചൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ ആൾ തന്നെ. പാവം, ഇവന് സ്വന്തമായി ആരുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ മരങ്ങളിൽ കൂടി ചാടി ചാടി നടക്കണം. എന്തൊരു വിധി. കള്ള് കുടിക്കുമെന്ന് പറഞ്ഞാലും തനിക്കൊക്കെ അപ്പൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എന്തുമാത്രം ഗുണങ്ങളുണ്ടായിരുന്നു. അപ്പൻ്റെ ആ മുടിഞ്ഞ കള്ളുകുടി കണ്ട് തന്നെയാണ് നല്ല പ്രായത്തിൽ അപ്പൻ മരിച്ചു പോവുകയും ചെയ്തത്. എന്നാലും അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഒരുവിധം പ്രാഞ്ചാറായതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. പഠിക്കാൻ പിന്നെ അന്നേ മടിയായിരുന്നു. അതുകൊണ്ട് പോയിട്ടുമില്ല. എന്നാലും ഒരു തൊഴിൽ പഠിച്ചെടുത്തു. അതുതന്നെ ധാരാളം. വക്കച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്കാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അവിടെ അങ്ങനെ അധികം ആളുകൾ വരുന്ന സ്ഥലമൊന്നുമല്ലല്ലോ. വേസ്റ്റെല്ലാം കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതി. എന്തായാലും വേണ്ട കാര്യം നീ വേണ്ട പോലെ ചെയ്തു. ഞാൻ സംഗതി രാത്രി അവിടെ എത്തിച്ചേക്കാം. വിളിക്കുമ്പോൾ പണവുമായി ഇറങ്ങി വന്നാൽ മതി. ചൂണ്ടയിടുന്നതല്ലേ, ഏത് സൈസാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഏതായാലും കിട്ടും. അവൻ്റെ കൂടെയെങ്ങാനും രാത്രി പോയിരുന്ന് ചൂണ്ടയിട്ടാൽ മതിയായിരുന്നു. കുറേ കാശിനുള്ള പണിയെടുക്കാമായിരുന്നു. നേരത്തെ ആ ബുദ്ധി തോന്നിയിരുന്നെങ്കിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കുറേ കാശുണ്ടാക്കാൻ കഴിയുമായിരുന്നു. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അത്രയും കുറയ്ക്കുകയും ചെയ്യാം. തോന്നാത്ത ബുദ്ധി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോന്നിയാലും
രാത്രി പോയി പുഴക്കരയിലിരിക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? കുഞ്ഞുനാരായണനോട് മീൻ കൊണ്ടുവരാനും രാത്രിയിൽ ഗേറ്റിന് പുറത്തെ ബെല്ലടിക്കാനും പറഞ്ഞു. അവൻ അത് സമ്മതിച്ചു. കിച്ചു ഉടനെ തന്നെ തിരിച്ചു പോന്നു. പിറ്റേ ദിവസത്തേക്ക് വേണ്ടി കുറേ അധികം സാധനങ്ങൾ മേടിക്കാൻ ചേടത്തി എഴുതിയിട്ടുണ്ട്. വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ കടയിലേക്ക് ലിസ്റ്റ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കടയിൽ കൊടുത്ത് അവിടെ കാത്തുനിന്നു. അപ്പോഴാണ് കടക്കാരൻ്റെ സ്നേഹാന്വേഷണം. സാധനങ്ങൾ എടുക്കുമ്പോഴും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. കിച്ചു, നിൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞോടാ? ജോലിയൊന്നും ആയില്ലല്ലോ അല്ലേ? എന്തായാലും ഉറപ്പായി ജോലി കിട്ടുന്ന കോഴ്സല്ലേ പഠിച്ചത്? ജോലി കിട്ടിപ്പോകുമ്പോൾ വിവരമൊന്ന് പറഞ്ഞേക്കണേടാ. ഒരെണ്ണം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നാളെയേ വിവരമറിയാൻ പറ്റൂ. നാളെ വൈകുന്നേരം ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനം പറഞ്ഞേക്കാം. മദ്രാസിലാണ്. കിട്ടുമെന്ന് ഏതാണ്ട് 90% ഉറപ്പാണ്. കിട്ടട്ടെ. പാവം, അവൻ സ്ഥിരമായി എവിടെയുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുകയല്ലേ. അനാഥനായ അവൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നതാണ് അവൻ്റെ കഷ്ടപ്പാട്. എത്തിച്ചേരാൻ ഒരിടമില്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ഒരു കാര്യത്തിനും ഒരു കൃത്യതയുണ്ടായിരിക്കില്ല. അതാണിപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ. ഉള്ള സാഹചര്യത്തിൽ അവൻ സന്തോഷവാനായതുകൊണ്ട് കുറേ സമാധാനം. എന്നാലും ദൈവം എന്ന് പറയുന്ന ശക്തി നമ്മളെല്ലാവരെയും കാത്തു പരിപാലിച്ചു പോകുന്നു. ആ വിശ്വാസമുള്ള മനസ്സുകൾ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. അതെന്തായാലും വളരെ സന്തോഷമായി. പിന്നെ നിൻ്റെ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു തീരണമെങ്കിൽ 10-20 മിനിറ്റെങ്കിലും വേണം. ഒന്നുകിൽ നീ അവിടെ ഇരുന്ന് പത്രം വായിക്ക്. അതല്ലെങ്കിൽ പുറത്തിറങ്ങി ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞ് നിൽക്ക്. എടുത്തു തീർന്നു കഴിയുമ്പോൾ ഞാൻ വിളിച്ചേക്കാം. സാധനങ്ങൾ നല്ല ഗുണമേന്മയുള്ളത് തന്നെ കിട്ടുന്നതുകൊണ്ടും വില താരതമ്യേന ന്യായമായതുകൊണ്ടും കടയിൽ എപ്പോഴും തിരക്ക് തന്നെയാണ്. തിരക്കുള്ള ചിലരൊക്കെ സാധനങ്ങൾ അവർ തന്നെ തൂക്കിയെടുക്കുകയും ചെയ്യും. അവിടെ പോകുമ്പോഴേ അവനറിയാം കുറേ സമയം കഴിഞ്ഞ് മാത്രമേ വരാൻ കഴിയൂ എന്ന്. എന്നാലും അവിടെ നിന്ന് തന്നെ വാങ്ങുന്നതാണ് ഇന്ന് നല്ലതെന്ന് തോന്നി. ലിസ്റ്റ് അവിടെ ഏൽപ്പിച്ചിട്ട് അവൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ അവിടെ ഒരു മരച്ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടു. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. ഓക്കേ.